ഇതാണ് അജിതയ്ക്ക് 2 കുട്ടികളാണ്. ഒരു മോളും ഒരു മകനുമാണുള്ളത്, കാവ്യയും വിജയും. കാവ്യ ഡിഗ്രിക്ക് 2nd ഇയർ പഠിക്കുന്നു, വിജയ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവരുടെ അച്ഛനുണ്ടായിരുന്നു, വിജയൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം അസുഖമായിട്ട് സീരിയസ് ആയിട്ട് കിടക്കുന്നൊരു അവസ്ഥയിലാണ്. ഇവരുടെ ഇപ്പോൾ ഈ നിൽക്കുന്ന വീടിൻ്റെ ആ സ്ഥാനത്ത് ഒരു ഇടിഞ്ഞു വീഴാറായിട്ടുള്ളൊരു ചെറിയ സംവിധാനത്തിൽ അൺസേഫ് കണ്ടീഷനിലായിരുന്നു ഇവർ 4 പേരും ഇവിടെ കഴിഞ്ഞത്. 2007 മുതൽ ഞങ്ങൾ വീടിന് വേണ്ടി പഞ്ചായത്തിലും ബ്ലോക്കിലും എല്ലാം അപേക്ഷിച്ചിട്ട് ആരും വീട് നോക്കുന്നില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. മോള് ബികോമിൽ പഠിക്കുന്നു, അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും കിടക്കാൻ പോലും സൗകര്യമില്ല. ഇതിനകത്ത് 2 പേര് വന്നായിരിക്കാനൊക്കത്തില്ല. എനിക്കാണെങ്കിൽ ആഴ്ച 2 ഡയാലിസിസ് ഉണ്ട്. അത് ആലപ്പുഴ പോയി ചെയ്യണം. വളരെ ബുദ്ധിമുട്ടാണ് ജീവിതം. അങ്ങനെ കടന്നതുകൊണ്ട് എനിക്ക് ആരെങ്കിലും ഒരു വീട് വെച്ച് സഹായിച്ചാൽ വളരെ നന്ദിയുണ്ട്. അവിടെ നമ്മൾ വരുന്ന സമയത്ത് ഇവരുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഇവർക്കൊരു വീട് എങ്ങനെയും പെട്ടെന്ന്, അതായത് എനിക്ക് ഒരാഗ്രഹം എന്ന് പറയുന്നത് വിജയനെ അതിനകത്ത് കയറ്റി കിടത്തണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മൾ വീട് പണിയാനായിട്ട് വന്നപ്പോൾ വിജയൻ കണ്ടു, ഫൗണ്ടേഷൻ കിട്ടുന്നത് മാത്രമേ വിജയൻ കണ്ടുള്ളൂ. അങ്ങനെ അതിന് ശേഷമാണ് വിജയൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എങ്കിലും അവർക്ക് നമ്മൾ വെച്ച വീടുകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു 2 നില വീട് അല്ലെങ്കിൽ 2 നില വീട് തന്നെയാണ് ഞാൻ അജിതയ്ക്കും അജിതയുടെ 2 കുട്ടികൾക്കുമായിട്ട് ഷെറിയുടെ സഹായത്താൽ ഞാൻ നിർമ്മിച്ച് നൽകിയത്. ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കുറഞ്ഞായിട്ടുള്ള എഫേർട്ടാണ് നമ്മളിട്ടത്, അതായത് കാശ് കൊടുക്കാന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ടീച്ചർ ജയൻ സാറും എല്ലാം ഇതിനകത്ത് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ എഫേർട്ടാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കേണ്ടത്. കാശ് കൊടുക്കുന്ന ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് ഇറ്റ്സ് ടു മച്ച്. ഒരുപാട് എഫേർട്ടുണ്ട്. ആ ഒരു എഫേർട്ടിനെ പ്രത്യേകം ടീച്ചറിനെ എല്ലാം വളരെ നന്ദി. ഈ ഒരു അവസരം നമുക്ക് തന്നെ വളരെ എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. പകലില്ലാതെ ഇതിൻ്റെ പുറകെ ഓടി നടക്കുന്നു. ഇവർ 2 പേരും ഫുൾ ടൈം ഇങ്ങനെ ഓരോ സൈറ്റിലും വെക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ശക്തി ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അജിതയും കുഞ്ഞുങ്ങളും അവർ വളരെയേറെ ഭാരത്തിലും പ്രയാസത്തിലുമായിരുന്നു. ദൈവം അവർക്കിങ്ങനെ ഒരു വീട് പണിയാനായിട്ട് റിനു സാറ് മുഖാന്തരം ഇടയാക്കിയതിന് ഓർത്തും അവരോടുള്ള നന്ദി അറിയിക്കുന്നു.